അപ്പൊ അങ്ങനെയാണ് ജാക്ക് ബ്രദർ, താങ്കൾ ഈ പഠനപരമായ വിഷയങ്ങളിലൊക്കെ വൈരുദ്ധ്യം പറയുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് ദൈവപുത്രനാന്ന് അംഗീകരിക്കുന്നുണ്ടോ ജാക്ക്? യേശുക്രിസ്തു ഇല്ലല്ലോ, അത് ഞാൻ മനുഷ്യനിൽ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ദൈവം എന്ന് പറയുന്ന അപ്പൊ സങ്കല്പമേ അത് പ്രശ്നം. അന്ന് മ്യൂട്ട് ചെയ്ത്, അപ്പൊ അത് പ്രശ്നമല്ലേ? ദൈവപുത്രനെന്ന് അംഗീകരിക്കാതിരുന്നാലോ രക്ഷപ്പെടുവോ സാരാഗിരി? പുള്ളി പറഞ്ഞ ജസ്റ്റ് മനുഷ്യനായിട്ട് അംഗീകരിക്കുന്നുള്ളെന്നാ പറഞ്ഞത്. അപ്പൊ അത് നമുക്ക്, അതുപോലെ പുള്ളി വേറൊരു പുരുഷനിൽ നിന്ന് മറിയ ഗർഭം ധരിക്കാനുള്ള സാധ്യത കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനല്ലേ ജാക്ക് പറഞ്ഞേ? ഒരു പുരുഷനിൽ നിന്നാണ് മറിയ ഗർഭം ധരിച്ചിരിക്കുന്നത്, അല്ലാതെ ഈ പറഞ്ഞ ദിവ്യഗർഭം അല്ലെന്നാണ് ജാക്ക് പറഞ്ഞത്. ശരിയല്ലേ? പഴയ കത്തോലിക്കനാണ് ജാക്ക്. അൺമ്യൂട്ട്. ആ, അങ്ങനെ ഉണ്ടെങ്കിലോ? ഇത് പണ്ട് അത് കത്തോലിക്കർക്കൊന്നും അങ്ങനെ കന്യാജന്യത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല ലോറൻസ് പാസ്റ്ററെ. കാരണം ഇവിടെ പാമ്പ്ളാനി അച്ഛൻ ഇവിടെ ക്ലബ് ഹൗസ് വന്നിച്ച് പറഞ്ഞാൽ കന്യാജന്യം കത്തോലിക്ക സഭയ്ക്കൊന്നും വരത്തില്ല, ഞങ്ങളുടെ വിശ്വാസത്തിനൊന്നും വരത്തില്ല എന്ന്. അപ്പൊ കന്യാജന്യത്തിൽ അങ്ങനെ വലിയൊരു ആഴമായ വിശ്വാസമൊന്നും ഒരു കത്തോലിക്കനില്ല. അപ്പൊ ആ കത്തോലിക്കിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ജാക്കിനും അതുണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അതിനകത്ത് ഒട്ടും ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ പറഞ്ഞു വന്നാൽ യേശുവിന്റെ ദൈവപുത്രനെന്ന് അംഗീകരിക്കാത്തവരാരും ക്രിസ്ത്യാനികളുമല്ല. അപ്പൊ ആ നിലയിൽ കത്തോലിക്കരും എന്താണ് ക്രിസ്ത്യാനികളല്ലാത്ത ഒരു സ്റ്റാൻഡിലാണ് അവർ നിൽക്കുന്നത്. ജസ്റ്റ് ഈ പുറമെ കാണിക്കുന്ന ഇതൊക്കെ ബിംബവും പരിപാടിയൊക്കെ ഉള്ളൂ അല്ലേ? അല്ല, അത് എല്ലാവരും അല്ല. ഈ പാമ്പ്ളാനി അച്ഛനാണ് ഇവിടെ ക്ലബ് ഹൗസിൽ പറഞ്ഞത്. പാമ്പ്ളാനി അച്ഛൻ കുറെ കൂടെ മോഡേൺ ആണ്. അപ്പൊ ഈ പാമ്പ്ളാനി അച്ഛന്റെ ഒക്കെ ചിന്തകൾ പോലെയാണ് ഈ ജാക്കിന്റെ ഒക്കെ ചിന്തകൾ പോകുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്നത്തെ ലോകത്തിന് ഫിറ്റ് ആകുന്ന ഉപദേശങ്ങളാണ് നൽകുന്നത്. അല്ല എല്ലാ കത്തോലിക്കരും കന്യാജന്യം അംഗീകരിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പാമ്പ്ളാനി അച്ഛൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, എന്റെ അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, ഞാനത് അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് കന്യാജന്യം ഇല്ല എന്ന് നാളെ തെളിഞ്ഞാലും അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ ഉപദേശത്തിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ കന്യകാജന്യത്തിലല്ല അവർ ഫൗണ്ട് ചെയ്തിരിക്കും. മനസ്സിലായോ? അതേസമയം യാക്കോബ സഭ എന്നൊക്കെ പറഞ്ഞാൽ കന്യകാജന്യം ഇല്ലെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പൂട്ടിപ്പോകും. കാരണം കന്യകാജന്യത്തിലാണ് യാക്കോബ സഭയുടെ മുഴുവൻ പ്രാർത്ഥനയും എല്ലാം ഫൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കന്യകാജന്യം അല്ലെന്ന് പറഞ്ഞാൽ അവർ പിന്നെ കട പൂട്ടുകയെന്നേ ഉള്ളൂ. പക്ഷെ കത്തോലിക്കരെ ഇതിനകത്തൊന്നും വിശ്വാസമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജാക്ക് അങ്ങനെ പറയുന്നത്. രണ്ടായെങ്കിൽ അപ്പൊ കത്തോലിക്കർക്ക് ഇത്രേ ഉള്ളൂ. കത്തോലിക്കർക്ക് മറിയയിൽ നിന്ന് എങ്ങനെ ആയാലും ജനിച്ചാൽ മതി. എന്നുവെച്ചാൽ മറിയയിൽ നിന്നായിരിക്കണം. മറിയയിൽ നിന്ന് ഇപ്പം വേറൊരു പുരുഷൻ വഴി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കന്യയായിട്ടോ എപ്പോഴാണെങ്കിലും ഒരു കുട്ടി ജനിച്ച് മറിയയിൽ നിന്ന് ഒരു കുട്ടിയായിട്ടും കിട്ടിയാൽ മാത്രം അവരുടെ മതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അങ്ങനെയല്ല പാസ്റ്ററെ. കത്തോലിക്ക സഭയുടെ തിയോളജിയിലും ലിറ്റർജിയിലും ഒന്നും മറിയത്തിനൊരു സ്ഥാനവും ഇല്ല. മറിയത്തിന്റെ അതിനകത്ത് അവർക്ക് തിയോളജിയിലില്ല, അവരുടെ ലിറ്റർജിയിലും ഇല്ല. പിന്നെയുള്ളത് ഈ 15-ാം നൂറ്റാണ്ടിൽ അവരിൽ വന്ന പാരാ ലിറ്റർജിയാണ്. എന്ന് പറഞ്ഞാൽ ലിറ്റർജിക്ക് സമാന്തരമായ വേറെ അതാണ് മരിയ ഭക്തി എന്ന് പറയുന്നത്. അതാണ് കൊന്ത ചൊല്ലലും അതുപോലെ തന്നെ ഈ ഗ്രോട്ടോ സ്ഥാപിക്കലും. ഇതെല്ലാം ഒരു പാരലൽ സംവിധാനം, അവരുടെ കോർ തിയോളജിയുടെ ഭാഗമല്ല. അവരുടെ കുർബാന നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്ത് അതിനകത്ത് മറിയത്തെ പറ്റിയുള്ള പാട്ടോ സ്തുതിപ്പോ മറിയത്തോടുള്ള ഒരു ഭക്തിയില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള ഒരു കത്തോലിക്ക പള്ളിയിൽ പോവുക, ദിവസം കുർബാനയുണ്ട്, ഒരു കുർബാന ആദ്യം തൊട്ട് അവസാനം വരെ കേട്ടോ, അതിനകത്ത് നിങ്ങൾക്ക് മറിയത്തെ കേൾക്കാൻ പറ്റത്തില്ല. അതിനുശേഷം എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടാണ് അവർ വെക്കുന്നത്. അത് യാക്കോബക്കാർ നേരെ തിരിച്ച്, യാക്കോബക്കാരുടെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ തൊട്ട് മറിയമാണ്, അതിനകത്തെല്ലാം മറിയത്തെ പറ്റി പുകഴ്ത്തലും വർണ്ണനയെല്ലാം. ഇത് ഭയങ്കര വ്യത്യാസമാണ്. ഇത് ഒത്തിരി ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. ഈ കത്തോലിക്കർ ലോകം മുഴുവൻ മാതാവിന്റെ ഇതെല്ലാം വെച്ചിരിക്കുന്നുണ്ട്. അവരുടെ അതാണ് ഈ പാമ്പ്ളാനി പറഞ്ഞത്, ഞങ്ങളുടെ കോറിൽ ഇതില്ല, അപ്പൊ നാളെ ഇതില്ലേലും ഞങ്ങൾക്കൊന്നുമില്ല. അതാണ് അവരുടെ ഇത്. രണ്ടും വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറിയായിട്ട് ബന്ധപ്പെടുത്തി അല്ല കത്തോലിക്ക സഭയുടെ ഒറിജിനൽ പഠിപ്പീര് കിടക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആൾക്കാർ അതറിയാൻ പാടില്ലാതാണ് ഈ മറിയയിൽ ഒത്തിരി ഇൻഫ്ലുവൻസ്. എന്ന് വെച്ചാൽ സബോർഡിനേറ്റ് ആയിട്ട് നിന്ന കാര്യത്തെ എടുത്തുയർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ കത്തോലിക്കയിലെ ആൾക്കാരെല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അറിയാവുന്ന ഒരു ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് മറിയയുടെ കന്യാജനം ഇല്ലെങ്കിലും കത്തോലിക്ക സഭയ്ക്കൊന്നും വരാനില്ല എന്ന് മറിയയെ തള്ളിക്കൊണ്ട് തന്നെ. എന്ന് വെച്ചാൽ മറിയയുടെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഞങ്ങൾക്കില്ല എന്നുള്ള പഠിപ്പീരാണ് പ്രധാന ബിഷപ്പ്. പാമ്പ്ളാനി എന്ന് പറഞ്ഞ ഒരു ബിഷപ്പും അച്ഛനും ഉണ്ട്. അത് ബ്രദേഴ്സ് ആണ് അവര്. പാമ്പ്ളാനി ബിഷപ്പും ഉണ്ട്, പാമ്പ്ളാനി അച്ഛനും ഉണ്ട്. ഈ ക്ലബ് ഹൗസ് വരുന്ന അച്ഛനാ, ബിഷപ്പല്ല. പാമ്പ്ളാനി അച്ഛനാ അതെന്ന് പറഞ്ഞു, ബിഷപ്പല്ല. കത്തോലിക്കർക്ക് ഇത് അറിയാൻ പാടില്ലാതാണ് അവർ ഈ പറഞ്ഞ പോലെ മറിയയുടെ ഒത്തിരി ഇൻഫ്ലുവൻസ്. ഇത് പിന്നെ ലോറൻസ് പാസ്റ്റർ, അതായത് ഈ കുറച്ച് പിള്ളേർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ചില കഥകളുണ്ട്. അതിനുശേഷമാണ് ഈ കത്തോലിക്ക സഭ ഈ മരിയ ഭക്തി എന്ന് പറയുന്ന സംഭവം സ്ട്രോങ് ആകുന്നത്. നേരത്തെ ഇല്ലാത്ത സംഭവമാണ്, അവർക്കില്ലാത്ത. അത് പിന്നെ കയറി വന്നു. ദർശനമൊക്കെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ കേട്ടില്ല, ലൂർദ്, ഫാത്തിമ, അങ്ങനെയാണ് ഇത് വന്നത്. അല്ലാതെ പണ്ട് തൊട്ട് പുരാതനമായിട്ട് അവർക്കുള്ളതല്ല ഇത്. ഈ ഇടക്കാലത്തുണ്ടാകുന്ന ഈ പ്രത്യക്ഷതകളെ തുടർന്നുണ്ടായ ഒരു കൾട്ട് പ്രസ്ഥാനമാണ്. അങ്ങനെയാണ് കത്തോലിക്ക മരിയ ഭക്തിക്ക് രൂപം വരുന്നത്.
ജെ ടോം കൂടെ താഴെ ജെ ടോം ഇപ്പൊ നമുക്ക് നിങ്ങളുടെ ലിറ്റർജിയിലെങ്ങും കാര്യമായിട്ട് മറിയെ കുറിച്ച് അല്ലെ മറിയ ഭക്തിക്ക് ആധാരമായ ഒന്നും കിടപ്പില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കുറെ പിള്ളേർ അവിടെ മറിയ പ്രത്യക്ഷപ്പെട്ടു ഇവർ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷെ എന്നാൽ ഈ ദൈവമാതാവ് എന്നുള്ള നിലയിലേക്ക് ഇവരെ ലിറ്റർജിയിൽ ചേർത്തിട്ടുണ്ടോ? ഈ അമലോത്ഭവത്തിന്റെ കേസുകൾ ഇവരുടെ CCCയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദൈവമാതാവ് എന്നുള്ള നിലയിൽ പൻപേ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്തെങ്കിലും ഇവരുടെ CCCയിലോ മറ്റെവിടെയെങ്കിലും ചേർത്തിട്ടുണ്ടോ? അത് എന്റെ ഒരു അറിവിലില്ല. കത്തോലിക്ക സഭയുടെ ഈ ലാറ്റിൻ കുർബാനയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതിനകത്തൊന്നും മാതാവിന് അങ്ങനെ വലിയൊരു പ്രസക്തി ഒന്നുമില്ല. ഇപ്പൊ ഈവൻ ഒരു പെന്തക്കോസുകാരന് പോലും ആ കുർബാന പോയി കൂടി കഴിഞ്ഞാൽ കൂടി വെച്ച് പോരാ, അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ ഈ യാക്കോബായ വിട്ട് പെന്തക്കോസ്റ്റൽ ആശയത്തിലോട്ട് മാറുന്ന ഒരു സമയത്ത് മാതാവിന്റെ പ്രാർത്ഥനയൊന്നും വേണ്ട എന്നൊരു ചിന്ത വന്നായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ കത്തോലിക്കയുടെ കുർബാനയ്ക്ക് പോയത്, കാരണം അവിടെ മാതാവിന്റെ പ്രാർത്ഥന ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെന്തക്കോസ്റ്റിലോട്ട് മാറുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡിൽ മാതാവിനോട് പ്രാർത്ഥിക്കരുത് എന്നൊക്കെയുള്ള പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കത്തോലിക്കയുടെ കുർബാന ഇതില്ല. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത്. അവിടെ കുഴപ്പമില്ല, അത് പോയി അത് കൂടി കുരിശി മരിച്ച് പോരുമായിരുന്നു. പിന്നെ ഞാനങ്ങ് പെന്തക്കോസ്റ്റിലോട്ട് പോയത്. അപ്പൊ ഈ അടുത്ത സമയത്ത് എന്താ പറഞ്ഞത്, എന്തോ മറിയമ്മേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും കർത്താവിനോട് അപേക്ഷകളുടെ ആമേ എന്ന് പറഞ്ഞ് ഇവർ എപ്പോഴും ഇങ്ങനെ അത് പാരാ ലിറ്റർജിയാണ് ലോറൻസ് പാസ്റ്റർ, ലിറ്റർജി അല്ല. ഇതായിട്ട് ജെ ടോം വന്നിട്ടുണ്ട്. പുള്ളി ലിറ്റർജി ഉണ്ട്, പാരാ ലിറ്റർജി ഉണ്ട്. കൊന്ത നമസ്കാരം പാരാ ലിറ്റർജി അല്ലേ ടോമേ, ജെ ടോമേ? അതെ, പക്ഷെ ഈ മാതാവിനോടുള്ള വണക്കങ്ങളൊക്കെ ലിറ്റർജിയിൽ തന്നെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ലാറ്റിൻ നോക്കുകയാണെങ്കിൽ ഈ അത്രയ്ക്കും എനിക്ക് തോന്നുന്നു ഒരു സഭയിലും ഉണ്ടാവില്ല, ഒരു സഭയിൽ പോലും ഉണ്ടാവില്ല, ഈവൻ സീറോ മലബാറിൽ പോലും ഉണ്ടാവില്ല, അത്രയ്ക്ക് അധികം ഉണ്ട്. കത്തോലിക്ക സഭയിലെ മാറ്റങ്ങൾ അതായത് ഈ ലിറ്റർജി ഓഫ് ദ ജെ പറഞ്ഞത് ഇപ്പൊ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, നേരത്തെ ഇല്ലായിരുന്നു അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ല, ഞങ്ങൾക്ക് ലിറ്റർജി ഓഫ് ദ അവേഴ്സ് ഉണ്ട്. ഇപ്പൊ സീറോ മലബാറിലാണെങ്കിൽ യാമപ്രാർത്ഥന എന്ന് പറയും 7 നേരത്തെ. ഈ ലാറ്റിൻ സഭയിൽ ലിറ്റർജി ഓഫ് ദി അവേഴ്സ് ഉണ്ട്. അതിൽ 4 വോളിയം കണ്ടുണ്ട്. അതായത് ഇത് റിലീജിയസിനും മറ്റേ പ്രീസ്റ്റുകൾക്കൊക്കെ ഒബ്ലിഗേറ്ററിയാണ്. അത് 8,000 പേജ് വരും, 8,000 to 10,000 പേജ് വരും. ഇതിൻ്റെ അകത്ത് ഹൈലി എന്താ പറയുക ലിറ്റർജിക്കൽ ആയിട്ടുള്ള മെറിയൻ പ്രൈസസ് ഒക്കെ ഉണ്ട്. ഒരു 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് വരെയുള്ള പിതാക്കന്മാരുടെ ഹിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഫ്രൈം അടക്കം സിറിയക്ക് മാത്രമല്ല ലാറ്റിൻ പിതാക്കന്മാരുടെയും ഗ്രീക്ക് പിതാക്കന്മാരുടെയും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, ലിറ്റർജി ഓഫ് ദി അവേഴ്സിൻ്റെ അകത്തുണ്ട്. അല്ല, അതെല്ലാം പിന്നീട് കമ്പൈൽ ചെയ്തതാണ്. അത് ഇത് മരിയ ഭക്തി വന്നത് 15-ാം നൂറ്റാണ്ടിൽ, അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലല്ല ഈ റെഗുല എന്നൊക്കെ പറഞ്ഞിട്ട് ബെനഡിക്റ്റ് നമ്മുടെ ഇതില്ലേ എന്താ പറയാ സെന്റ് ബെനഡിക്റ്റ് 5-ാം നൂറ്റാണ്ടിലുള്ള ആളാണ് ഈ റെഗുലൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ മൊണാസ്റ്റിക് ഓർഡറിൻ്റെ അകത്ത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ ലിറ്റർജി ഓഫ് ദ അവേഴ്സും കാര്യങ്ങളൊക്കെ പണ്ടുതൊട്ടേ ഉള്ളതാ. ഇതൊന്ന് അടിച്ചു നോക്കിയാൽ മതി. എന്താ പറയാ ലിറ്റർജി ഓഫ് ദി അവേഴ്സ് ഇതിൻ്റെ ഇത് അത് ഞാൻ ഒരു അച്ഛനുണ്ട് ഇതിൻ്റെ അകത്ത് എക്സ്പേർട്ട്, പക്ഷെ ആളായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ആളിതിനകത്ത് ക്ലാസ് വരാന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പൊ സീറോ മലബാറിന്റെ തന്നെ ഇത് ഈ ലിറ്റർജിയുടെ ഇതുണ്ടല്ലോ, ലിറ്റർജി ഓഫ് ദി അവേഴ്സ്, അത് തന്നെ 10,000-3000 പേജ് വരും. 7 നേരം. ഇല്ല, ഇത് സാധാരണക്കാരന് അപ്രാപ്യമായ സംഗതിയാണ്. വളരെ വിദഗ്ധനായ ഒരു അച്ഛൻ വന്നാലേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ സാധാരണക്കാർ, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സാധാരണക്കാർക്ക് എന്നെ കൈയെത്തുന്ന ദൂരത്തിരിക്കുന്ന ഇപ്പം വിശുദ്ധ കുർബാന, ആ വിശുദ്ധ കുർബാനയിൽ അങ്ങനെ വരുമ്പോ അങ്ങനെ മാതാവിന്റെ കാര്യങ്ങളൊന്നും അധികം അതിനകത്ത് കേൾക്കുന്നില്ല. ഈ കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തി നമ്മുടെ ഇപ്പൊ കാത്തലിക് ഇതിലെന്ന് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും കുർബാന ഉണ്ടല്ലോ. ഞങ്ങൾക്ക് മാതാവിന്റെ ഫീസ്റ്റുകളുണ്ടല്ലോ. ഈ ഓഗസ്റ്റ് 10 ഇപ്പൊ കഴിഞ്ഞല്ലോ, ഇപ്പൊ 1 തൊട്ട് 15 വരെ, അല്ലെങ്കിൽ സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ മാതാവിന്റെ ജനന തിരുനാൾ, അങ്ങനത്തെ ഓരോ ഫീസ്റ്റുകളുണ്ട്. ആ ഫീസ്റ്റുകളിലൊക്കെ പ്രോപ്രിയ പ്രയറുകളുണ്ട്. അതായത് ആ ദിവസങ്ങൾ മാറി വരുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ, അതിൻ്റെ അകത്ത് കുറെ വണക്കങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. മാതാവിനും വന്നതാണെന്നേ. ഇപ്പൊ 950 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് മാതാവ് സ്വർഗാരോപണം ചെയ്തു എന്നുള്ളത് വിശ്വാസ ഡോക്മയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ 8 നോയമ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ റീസെന്റ് ഉണ്ടായിട്ടുള്ള സംഭവം. ഇതിനകത്തൊക്കെ പ്രാർത്ഥന ഇത് ഫീസ്റ്റായിട്ട് ലാറ്റിൻ സഭയിലും വളരെ പണ്ടുണ്ടായിരുന്നു. ഇത് ഫീസ്റ്റ്, ഇത്
പ്രഖ്യാപനല്ലേ 1950 നടന്നത്. ഇതിന്റെ ഫീസ്റ്റുകൾ എനിക്ക് അവിടെ എത്രയോ മുമ്പ് ലാറ്റിൻ സഭയിലുണ്ട്. ഞാൻ നാളെ വായിച്ചത് അതിനെ കുറിച്ച്. ഈ ലാറ്റിൻ അതല്ല സഭയിൽ ഞാൻ ഇതിന്റെ ഞാൻ ഫീസ്റ്റ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സാധാരണ ആളുകൾ പോകുന്ന കുർബാനയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ കുർബാനയ്ക്ക് പോകുന്ന ഒരാൾക്ക് ഇപ്പൊ ഈവൻ ലോറൻസ് പാസ്റ്റർ വേണേലും പോയി കുർബാന കൂടിച്ച് പോരാന്ന് ഞാൻ പറഞ്ഞു. എന്റെ പോയിന്റ് അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ നിങ്ങൾക്ക് പ്രാർത്ഥന ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രാർത്ഥനകളൊക്കെ 10,000 പേജ് കാണും. അതൊന്നും സാധാരണക്കാരുടെ കയ്യിലോട്ട് വരുന്നില്ലല്ലോ. അപ്പൊ അതായത് അതുപോലെ നമ്മളിപ്പോ പുള്ളി പറഞ്ഞ അപ്പൊ എനിക്ക് മനസ്സിലായി. പുള്ളി പറയുന്നത് കുർബാനയിൽ മറിയയ്ക്ക് സ്ഥാനമില്ലെന്നാ പറഞ്ഞത്. ശരിയാണോ? ഉണ്ട് കുർബാനയിലുണ്ട്. മറിയത്തിലും മാത്രമല്ല ഇതുണ്ട്. പക്ഷെ ഞാൻ പറയണത് എന്താന്ന് വെച്ചാല് അത് കൂടാതെ ഞാനും കുർബാനയൊക്കെ പണ്ട് കൂടിയിട്ടുള്ള, പക്ഷെ ശരിയായി പറഞ്ഞത്. ഈ പ്രാർത്ഥന സബോർഡിനേറ്റ് ആയിട്ടുള്ളതിലേ ഉള്ളൂ. അല്ല ഈ കുർബാന എന്ന് പറയുന്ന ചടങ്ങോ അല്ലെങ്കിൽ പ്രധാന സംഗതികളിലൊന്നും മറിയയ്ക്ക് അതിന് സ്ഥാനമൊന്നും ഇല്ല. ശരിയല്ലേ? ഇല്ല ഈ ബലിപീഠത്തിലേക്ക് കടക്കുമ്പോ തന്നെ അനുസ്മരിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രത്യേകം ഈ മാതാവിനെ പിന്നെ അനാഫറയിലകത്തുണ്ട്, വണക്കണ്ട്. അത് കൂടാതെ ഞാൻ പറഞ്ഞു, അത് കൂടാതെ പ്രോപ്രിയ പ്രയറുകളുണ്ട്. അതായത് കുർബാന പുസ്തകങ്ങൾ. ഇപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ കുർബാന പുസ്തകം എടുക്കും. ആ കുർബാന പുസ്തകത്തിന്റെ അകത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നടക്കുന്ന കൈതാക്കാലാണ്. അപ്പോൾ നമ്മൾ നോർമൽ ക്രമമുണ്ട്. പിന്നെ നമ്മൾ കൈതാക്കാലത്തിന്റെ പ്രയർ വരുമ്പോൾ ആ കൈതാക്കാലം എടുക്കും. അപ്പൊ കൈതാക്കാലത്തിന്റെ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാവും. ഇതേപോലെ തന്നെ മാതാവിന്റെ പ്രത്യേകമായിട്ടുള്ള തിരുനാളുകൾക്ക്, അതായത് ജന്മ തിരുനാളായാലും ഈ അമലോത്ഭവ തിരുനാളായാലും നമ്മുടെ സ്വർഗാരോഹണ തിരുനാളായാലും ആ പ്രയറുകൾക്ക് പ്രത്യേകം മാറും. എന്നുവെച്ചാൽ ഫീസ്റ്റ് ഉള്ള ദിവസങ്ങളിൽ പ്രയർ മാറും. പിന്നെ ചില ഈ പറയുന്ന അതേപോലെ തന്നെ കർത്താവിൻ്റെ മറ്റേ റിസറക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ തിരുനാളുകൾക്കും അത് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രയറുകളുണ്ട്. നിങ്ങളുടെ കുർബാന പുസ്തകം തന്നെ അത് ആക്സസിബിൾ ടു പബ്ലിക്കുമാണ്. ചർച്ച വന്ന കാരണം പാമ്പ്ലാനി അച്ഛൻ ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞു, കന്യകാജനനം ഇല്ലേലും കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനൊന്നും സംഭവിക്കില്ലെന്നും, കന്യാകാജനനം അല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്നും പാമ്പ്ലാനി അച്ഛൻ ഈ ക്ലബ് ഹൗസിൽ ഡിസ്കഷൻ ലോഞ്ചിൽ വന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ ലോറൻസ് പാസ്റ്ററോട് പറയുകയായിരുന്നു. അങ്ങനെ പറഞ്ഞു, അല്ലാതെ വേറൊന്നും അല്ല. അതിനെപ്പറ്റി ചേച്ചിയുടെ അഭിപ്രായം? അതെ, അതിന്റെ അഭിപ്രായം എന്താ പുള്ളി പറഞ്ഞത്? അത് ഡോഗ്മാറ്റിക് ആണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഡോഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ആള് അർത്ഥത്തിലല്ല ആളത് പറഞ്ഞത്, അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ആള് കോമൺ ഇപ്പൊ മനസ്സിലായല്ലോ സാറേ, ഡോഗ്മാൻ ഇല്ല, അതാ പറഞ്ഞത്. പിന്നെ പാരാലിറ്റർജി മാത്രമേ ഉള്ളൂ. അല്ലാന്ന് പാരാലിറ്റർജി അല്ല, ലിറ്റർജിക്കകത്തുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, ഇത് അറിയാണ്ടാവും. ഇപ്പൊ സീറോ മലബാറിന്റെ യാമപ്രാർത്ഥനകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ. അതിന്റെ ബുധനാഴ്ച ദിവസം കംപ്ലീറ്റ് ഒനീസകളും മാതാവിനെ പ്രകീർത്തിച്ചിട്ടുണ്ടാ കംപ്ലീറ്റ്. ഇത് ഇപ്പൊ തൊട്ടുള്ളതാണ്. ഒരു മിനിറ്റ്. ഇപ്പൊ സാരാഗിരി പറഞ്ഞ പോലെ ഒരു അച്ഛൻ പറയുകയാണ്, നാളെ കന്യാജനനം ഇല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ, ഈ കന്യകാജനനം അല്ലെങ്കിൽ പിന്നെ അത് എങ്ങനെയുള്ള ജനനമായിരിക്കുമെന്നായിരിക്കും വരാൻ പോകുന്നത്. ഒന്നീ കന്യകാജനനം, ഇല്ലെങ്കിൽ എങ്ങനെയുള്ള സാധ്യതകൾ എന്തൊക്കെയാ പിന്നുള്ളത്? അപ്പൊ അത് ഏത് സാധ്യതയാണെങ്കിലും പുള്ളി കുഴപ്പമില്ലെന്നല്ലേ പുള്ളി പറഞ്ഞേ? അതോ അതെന്തായിരിക്കും പിന്നെ മറ്റു സാധ്യതകൾ എന്താണ് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, പുറത്ത് ഉള്ള ആളുകളുടെ അവര് എത്രയോ കൺവിൻസിങ് ആയിട്ടുള്ള എവിഡൻസസോ അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾ കൊണ്ടുവന്നാലും ദാറ്റ് വിൽ നോട്ട് എഫക്ട് അവർ ഫെയ്ത്ത് എന്നാണ് പറഞ്ഞത്. ആ രീതിയിലാണ് ആള് പറഞ്ഞത്. അല്ലാതെ ഇത് നമുക്ക് അപ്ലിക്കബിൾ അല്ലാന്നോ അല്ലെങ്കിൽ ഇത് ഡോഗ്മ അല്ല എന്നുള്ള രീതിയല്ല പറഞ്ഞത്. അല്ല, സോറി, ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുക ചോദിച്ചാൽ എനിക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയാ. പുറത്ത് എന്ത് വാദം കൊണ്ടുവരാന്ന് ഞാൻ ചോദിച്ചത്. കന്യകാ ജനനം അല്ലെങ്കിൽ യേശുവിന്റെ പിന്നെ എങ്ങനെയുള്ള ജനനം എന്നുള്ള വാദങ്ങൾ പല വാദങ്ങളും കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇപ്പൊ പല വാദങ്ങളും നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ക്രിസ്തു മാതാവിൽ നിന്നല്ല ശരീരം സ്വീകരിച്ച് നിങ്ങൾ അത് സമർത്ഥിക്കാൻ നോക്കുന്നുണ്ട്, ഇല്ലേ? സയന്റിഫിക് ആയിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്നില്ല. ല്ലേ പറഞ്ഞത് ഉരുവാകുന്ന കേസിലല്ലേ ഉള്ള വിഷയമുള്ളത്. ഞങ്ങൾ ഞാൻ അതേപോലെ പറഞ്ഞു. അല്ല, സോറി, ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താം. മറിയ കന്യകയാണ്. മറിയയുടെ ഉള്ളിൽ ഉണ്ടായത് അത്ഭുത പ്രജയായി മിസ്റ്ററി, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ട് മാതാവിൽ നിന്നാണ് ജനിക്കുന്നത്. കാരണം കന്യകയിൽ നിന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികളെല്ലാം. പക്ഷെ നിങ്ങൾ പറയുന്നത് കന്യകയിൽ നിന്നല്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പിന്നെന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്നാ ചോദിച്ചത്.
അത് മനസ്സിലായോ എന്റെ ഇല്ല, ക്ലാരിറ്റി? അത് ആള് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് ശരിക്കും അങ്ങനെയല്ല ആള് കോയിൻ ചെയ്തു വന്നപ്പോ, അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ മാതാവിൽ നിന്നല്ല ശരീരം സ്വീകരിച്ചത്, നിങ്ങൾ പറയുന്നു, കറക്റ്റ് അല്ലേ? അതെ അതെ, മാതാവിൽ നിന്ന് ആ, ശരീരം നി- അല്ല, അതിന്റെ വാദം എന്താന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയിൽ ആ, നിന്ന് ശരീരം സ്വീകരിക്കണമെങ്കിൽ പുരുഷനിൽ ആ, നിന്നുള്ള സംയോജം ആ. ഉണ്ടാകണം. നിങ്ങൾ സംയോജം അപ്പൊ ആ ഉണ്ടാകണമെങ്കിൽ ഒരു ആ, നിങ്ങൾ ലോജിക്ക് കൊണ്ടുവരുന്ന അവിടെയാ. ഇതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ്. അപ്പൊ അതായത് നിങ്ങൾ ലോജിക്ക് കൊണ്ടുവന്നിട്ട് ഈ 46 ക്രോമസോം, 23 ഇവിടുന്ന് 23 മെയിൽ ക്രോമസോമോ ഫീമെയിൽ ക്രോമസോം എന്നൊക്കെ ഉള്ള രീതിയിലാണ് നിങ്ങൾ സയന്റിഫിക് ആയിട്ട് കൊണ്ടുവരാൻ നോക്കുന്നത് അല്ലേ? അല്ല അതാ നാച്ചുറൽ. സയന്റിഫിക് അല്ല, നമ്മുടെ എല്ലാ നാച്ചുറൽ അതെ ബർത്ത് അങ്ങനെയാണ്. അതെ അതെ. അപ്പൊ നിങ്ങൾ ആ യുക്തി വെച്ചിട്ടാണ് നിങ്ങൾ പറയണത് ഇത് പ്രോബബിൾ അല്ല എന്ന് നിങ്ങൾ പറയുന്നത്, കറക്റ്റ് അല്ലേ? അല്ല, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിരിക്കണം. അങ്ങനത്തെ ആ, അപ്പൊ അതാണ്, ഇത് സൂപ്പർ നാച്ചുറൽ ഇവന്റ് ആണല്ലോ. അപ്പൊ അങ്ങനത്തെ ന്യായവാദങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഇതിനെ എന്താ പറയുക, സൂപ്പർ സീഡ് ചെയ്യുന്നത്ര രീതിയിലുള്ള വാദങ്ങൾ പുറത്തിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട് നിങ്ങളുടെ ഈ വിശ്വാസം ഒരിക്കലും ചോർന്നു പോകില്ല എന്നാണ് അച്ഛൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഒരു ഡൗട്ട്, കാരണം നമ്മൾ ഇത് വഴക്കിനല്ല, കുറച്ചുകൂടെ ഡിഗിങ് ആണ്. ഇപ്പം മറിയയിൽ നിന്ന് 13 ക്രോമസോം, അല്ല സോറി 23 ക്രോമസോം എടുത്തു. പുരുഷന്റെ സൈഡിൽ ഇല്ലല്ലോ, പുരുഷന്റെ സൈഡിൽ ക്രോമസോം കൊടുക്കാൻ ഇല്ലാത്തതിനാൽ അത് മിസ്റ്ററിക്ക്, അതേപോലെ മിറാക്കുലസ് ആയിട്ട് ദൈവം സപ്ലൈ ചെയ്തു, ആ പുരുഷന്റെ സപ്ലൈ ചെയ്തു എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്നുവെച്ചാൽ ഇല്ല, ഞങ്ങള് പുരുഷന്റെ കംപ്ലീറ്റ് ദ ഹോൾ ജനറ്റിക് വാട്ടെവർ, അതുകൊണ്ടാണല്ലോ പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. ദ ഹോൾ ജനറ്റിക് മെറ്റീരിയൽ എന്തൊക്കെയുള്ളോ ക്രിസ്തുവിലുള്ള ഹ്യൂമാനിറ്റി എന്തൊക്കെയുണ്ടോ അതെല്ലാം മറിയത്തിൽ നിന്നാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് അല്ല, മാത്രം. അതല്ല, അത് എനിക്ക് ചിലപ്പോ മനസ്സിലാക്കാനുള്ള അറിവുറവുണ്ടായിരിക്കും. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ത്രീയിൽ നിന്ന് 23 ക്രോമസോണെ കൊടുക്കാൻ പറ്റൂ ഈ കുട്ടിക്ക് ആവശ്യമുള്ളത്. മറ്റേത് കൊടുക്കേണ്ടത് പുരുഷനാണ്. ഇവിടെ പുരുഷൻ ഇല്ലാത്തതിനാൽ എന്റെ മുമ്പിൽ ഒരു സാധ്യത കാണുന്നുള്ളൂ, ആ 23 പുരുഷന്റെ ക്രോമസോം സപ്ലൈ ദൈവം ചെയ്തിട്ട് മറിയയുടെ 23 എടുത്ത് മിക്സ് സംഭവിക്കുന്ന സെൽ ഡിവിഷൻസിലേക്ക് ഫ്യൂച്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അത് ഒരു ഓപ്ഷൻ. നിങ്ങളിപ്പം പറഞ്ഞ ഒരു ഓപ്ഷൻ എനിക്ക് മനസ്സിലായത്, ഇനി എനിക്ക് തിരിയാത്താണെങ്കിൽ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എനിക്ക് മനസ്സിലായത് കംപ്ലീറ്റ്ലി, അതെന്താ കംപ്ലീറ്റ്ലി, അപ്പം മറിയയിൽ നിന്ന് എന്ത് ഒന്നും എടുത്തില്ലെന്നാണോ? അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതെനിക്ക് മറിയത്തിൽ എഴുതാനും നിന്ന് പറ്റുന്നില്ല. മാത്രമാണ് വാട്ട് എവർ കൺസ്റ്റിറ്റ്യൂട്ട്സ് ഇറ്റ്സ് ഹ്യൂമാനിറ്റി, അത് മറിയയിൽ നിന്ന് മാത്രം എടുത്തു എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, അതെങ്ങനെ? അപ്പൊ സാറെ, നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കാരണം മറിയയിൽ നിന്ന് മാത്രം എങ്ങനെ പുരുഷനെ അതെ, എടുക്കാൻ പറ്റും? ഞാൻ പറയാം. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ 23 ക്രോമസോം മറിയത്തിൽ നിന്നെടുത്ത് 23 ക്രോമസോം ദൈവം കൊടുത്തെന്നും അതുകൊണ്ട് ദൈവത്തിന്റെയും മറിയത്തിന്റെയും മകനാണ് യേശു എന്നുമാണ് ഞങ്ങൾ അസന്നിഗ്ധമായി വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അത് സംശയം കൂടാതെ മറിയം ദൈവമാതാവാണെന്ന് പറയുന്നത് അതുകൊണ്ട്. 23 അങ്ങനെയാണോ പറയണേ? അങ്ങനെ ദൈവത്തിന്റെയും മറിയത്തിന്റെയും മകൻ, അത് യേശു പിതാവ് തന്നെ, യേശു മറിയത്തിലാണ് ഇപ്പോഴും ഡിവിനിറ്റി അല്ലേ അത്? അല്ലാതെ ഡിവിനിറ്റി ഹ്യൂമാനിറ്റി അസ്യൂം ചെയ്തല്ലേ? ഹ്യൂമാനിറ്റിയുടെ കോൺസിക്വൻസ് മറിയത്തിൽ നിന്ന് മാത്രമല്ല എടുത്തത്, അതോ പകുതിയാണോ? അല്ല, ഇപ്പൊ 3 കേസ് വന്നു. അപ്പൊ അപ്പൊ ഇവിടെ 3 കേസാണ്. ഒന്ന് ജെ പറഞ്ഞത് കംപ്ലീറ്റ്ലി ദൈവം അതായത് ക്ലിയർ അല്ല എനിക്ക്. അത് പിന്നെ ഈശോന് എത്ര നേച്ചർ ഉണ്ട്? 2 നേച്ചർ അല്ലേ ഉള്ളത്? ഹ്യൂമൻ നേച്ചർ. അതെ, അത് ഞങ്ങളുടെ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് യേശുവിന് ഒരു നേച്ചറേ ഉള്ളൂ. ഞങ്ങളുടെ സൈഡ്, ഞാൻ മനസ്സിലാക്കുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ മറിയയിൽ നിന്നോ ഒന്നും എടുത്തിട്ടില്ല. എന്താണോ ക്രിസ്തുവിന്റെ ശരീരത്തിന്, മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളത്, അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 23 ക്രോമസോം കൊടുത്തു എന്നല്ല, അതിന് ആവശ്യമുള്ള മൊത്തം ദൈവം തന്നെയാണ് ആ ബോഡിക്കുള്ളത് സപ്ലൈ ചെയ്തിരിക്കുന്നത്, അല്ല മറിയയിൽ നിന്നില്ലെന്ന്. മനുഷ്യത്വമാണ്, മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവമല്ലേ, ദൈവത്തിന് എന്തും കഴിയുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം മറിയയിൽ ക്രിസ്തുവിന് വേണ്ട ശരീരം കംപ്ലീറ്റ്ലി അതിനുള്ള ബേസ് കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ എന്റെ ഉള്ളിൽ കിടക്കുന്ന പഠിത്തം. സാരാഗ്രി പറഞ്ഞത് ദൈവം സപ്ലൈ ചെയ്ത 23 മറിയയുടെ 23 ആണ്ട് മിക്സ് ആയിട്ടാണ് ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. ജെ പറഞ്ഞത് എനിക്ക് ഇതുവരെ ക്ലിയർ അല്ല. ജെ പറഞ്ഞത് കംപ്ലീറ്റ് ഹ്യൂമാനിറ്റി, എന്തൊക്കെയാണ് ഒരു ഹ്യൂമൺ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്തും അത് മറിയത്തിൽ നിന്നാണ്. യേശു ക്രിസ്തുവിന്റെ കംപ്ലീറ്റ് ഹ്യൂമാനിറ്റിയുടെ ഭാഗം മറിയത്തിൽ നിന്നാണ് എടുത്തത്. ഡിവിനിറ്റി അസ്യൂംഡ് ഹ്യൂമാനിറ്റി, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മറിയത്തിന് പുരുഷന്റെ സൈഡും സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞോ? അതെന്താ ജെ പറയുന്നത്? എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അത് മറിയത്തിന് മറിയയുടെ അല്ലേ കൊടുക്കാൻ പറ്റും?
ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ ക്രോമസോം അല്ലേ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ എങ്ങനെ മറ്റേത് നമ്മളങ്ങനെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് വാട്ട് എവർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഹ്യൂമാനിറ്റി അത് മറിയത്തിൽ നിന്നാണ് എടുത്തതെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല അതങ്ങനെ പറ്റുമോ ഹ്യൂമാനിറ്റിയുടെ അല്ല. എനിക്ക് എസ് ടി പാസോ അല്ലെ ആരെങ്കിലും ഇപ്പൊ ഈ ജെ പറഞ്ഞ ആ ഒരു വാദം ആണോ ശരിക്കും കത്തോലിക്കര് മൊത്തം മനസ്സിലാക്കിയിരിക്കുന്നത്? മറിയാണ് ഫുൾ സപ്ലൈ ചെയ്തെന്ന് അതെ 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 അതെ. മറിയത്തെ, അതായത് മറിയം പ്രസവിക്കുന്നത് ഒരു മനുഷ്യ ശിശുവിനെയാണ്, അവനിൽ ദൈവത്വവും വസിച്ചിരുന്നു. അതുമാണ് ഇരുസ്വഭാവവാദം എന്ന് പറയുന്നത്, ഡിയോഫൈസിറ്റിസം എന്ന് പറയും. രണ്ട് സ്വഭാവമുണ്ട്. ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മറിയത്തിന്റെ നിന്നാണ്. അത് മനുഷ്യത്വത്തിന്റെ മാതാവാണ് മറിയം. ഇത് നെസ്റ്റോർ അങ്ങനെ പറയുന്നില്ല. ഞാൻ പറയാം. അതായത് അതാണ് നെസ്റ്റോർ പറഞ്ഞത്. നെസ്റ്റോറിയനിസം തന്നെയാണ് കാൽസിഡോണിയൻ ഫോർമുല. അതൊരു പുതിയ കുപ്പിയിൽ പഴയ സാധനം തന്നെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ പിതാക്കന്മാരെന്ന് അവിടുന്ന് പിണങ്ങി. കാൽസിഡോണിയൻ ഫോർമുലക്കെതിരെ ഞങ്ങളുടെ പിതാക്കന്മാര് പിണങ്ങി പോയതിന്റെ കാരണം പക്ഷെ അത് നെസ്റ്റോറിയൻ എന്ന് അങ്ങനെ പറയണത്. കാൽസിഡോണിയൻ അതായത് ഞങ്ങളുടെ പിതാക്കന്മാര് നിങ്ങൾക്കെതിരെ വെച്ച ആരോപണം ഇത് നെസ്റ്റോറിയനിസം തന്നെ പുതിയ കുപ്പി വന്നിരിക്കുന്നതെന്നാണ്. ഇതിപ്പോ കാൽസിഡോണില് നിങ്ങൾ ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ യുത്തിക്കസ് എന്ന് പറയുന്ന ഏക സ്വഭാവവാദിയെ തള്ളിയത് കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോയത്. അല്ല അങ്ങനെയല്ലത്. അതെ, യൗത്തിക്കാനിസത്തെ ഞങ്ങള് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. യൗത്തിക്കാനിസം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ 449 ആള് വീണ്ടും ഇത് ചെയ്തത്. ഈ 451 കാൽസിഡോൺ നടക്കുന്നേക്കാൾ മുമ്പ് 449 ഇത് നടന്നല്ലോ, സിനഡ് നടന്നല്ലേ, എഫെസസ് രണ്ടാം സിനഡ്. യൗത്തിക്കാനിസ് ആ വാദം ഉപേക്ഷിച്ചു, അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നല്ല, അയാളുടെ വാദത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആള് റീഇൻസ്റ്റേറ്റ് ചെയ്തപ്പോ ഈ കാൽസിഡോൺ ഇങ്ങനെ തള്ളിക്കളഞ്ഞതാണ് ഈ യൂത്തിക്കാനിസിനെ. ടോം എന്ന് പറയുകയാണെങ്കിൽ മെയിൻലി അത് കമ്പോസ് ചെയ്തിട്ടുള്ള യൂത്തിക്കൻ വാദത്തിന് എഗൻസ്റ്റ് ആണ്. ടോം എന്നെ കമ്പോസ് ചെയ്തിട്ടുള്ളത്. ലിയോ പോപ്പ് അത് ഓൾറെഡി, അതായത് ഒരു കൗൺസിൽ നടക്കുമ്പോൾ കൗൺസിലിന് മുമ്പ് തന്നെ ഡിക്ലറേഷൻ പ്രിന്റിംഗ് അല്ല, ഡിക്ലറേഷൻ എഴുതി വെച്ചിട്ട് അത് വായിക്കുക മാത്രമാണ് അവിടെ ചെയ്തത്. അപ്പൊ അവിടെ ചർച്ചകൾ നടക്കുന്നില്ല, മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞ സിറിൽ ഓഫ് അലക്സാണ്ട്രിയയുടെ ഉപദേശമല്ല കാൽസിഡോണിയൻ പറഞ്ഞതെന്നും അതിൽ വെള്ളം ചേർത്തു എന്നുമാണ് ഈ അലക്സാണ്ട്രിയൻ അന്ത്യോക്യൻ ഡെലിഗേഷൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ സിറിൽ ഓഫ് അന്ത്യോക്യന്റെ ഡോക്ടറിൻ പിന്നെ ഇയാള് സേവോറിയോസ് കൊണ്ടുവരുന്നത്. അപ്പൊ പിന്നീട് നിങ്ങൾ പറയുന്നത് സിറിൽ ഓഫ് അലക്സാണ്ട്രിയ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞതും എഫെസോസ് സുന്നോദോസി പറഞ്ഞതും ഇങ്ങനെയാണെന്നുള്ളതാണ് അലക്സാണ്ട്രിയൻ ചർച്ച് ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ഓറിയന്റലിസം ഉണ്ടാകുന്നത്. അല്ല, ഞങ്ങൾ പറയുന്നത് വെച്ചാല് കാൽസിഡോൺ കംപ്ലീറ്റ്ലി ഇൻ ദിസ് കണ്ടിന്യൂറ്റി വിത്ത് എഫെസസ്. അതായത് സിറിൽ പറഞ്ഞത് ഈ ടോം ഓഫ് ലിയോ ഈ കാൽസിഡോൺ കൗൺസിലിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന അന്ത്യോക്യൻ ബിഷപ്പുമാരും അലക്സാണ്ട്രിയയിൽ നിന്നുള്ളത് പലസ്തീനുള്ളത് എല്ലാവരും പരിശോധിച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ഓർത്തഡോക്സ് ആണ്. ഈ പറയുന്ന ടോമും ഈ കംപ്ലീറ്റ്ലി ഇൻ കണ്ടിന്യൂറ്റി വിത്ത് കാൽസിഡോൺ സിറിലിന്റെ ഇതെന്ന് പറഞ്ഞിട്ടാണ്, അതായത് എഫെസസിന്റെ കംപ്ലീറ്റ് കണ്ടിന്യൂറ്റി എന്നാണ് പറഞ്ഞത്. ഈ അന്ത്യോക്യൻ സഭ ഇത് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. ഡോമിനസ് എന്ന് പറയുന്ന ആന്റിയോക്യൻ പാത്രിയാർക്കി ഇത് കേക്ക്. അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ ഡെലിഗേഷൻ എത്തുന്നതിന് മുമ്പ് കാൽസിഡോൺ കൗൺസിൽ അവസാനിപ്പിച്ചവര് അത് സമ്മതിക്കുന്നുണ്ടോ? ഇത് വായിച്ചെന്ന് പേര്. അത് ഞാൻ ചോദിക്കട്ടെ, ടോം ഈ ലിയോ പാപ്പ കാൽസിഡോൺ കൗൺസിലിൽ പങ്കെടുത്തോ? ഇല്ലല്ലോ. ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. അതെ, അതെങ്ങനെയാ ടോം ഓഫ് ലിയോ വരുന്നത് അവിടെ? അദ്ദേഹം നേരത്തെ എഴുതി കൊടുത്തു വിട്ടതല്ലേ? ഞാൻ പറഞ്ഞത് ഈ ടോം ഓഫ് ലിയോ ഇത് യൂത്തിക്കൻ അഗെയിൻസ്റ്റ് 449 കമ്പോസ് ചെയ്തിട്ടുണ്ട്. യൂത്തിക്കന്റെ വാദം തെറ്റാണെന്നുള്ളതാണ് ടോം. ഫ്ലാവിയാൻ എന്ന് പറഞ്ഞ ബിഷപ്പിന് എഗെയിൻസ്റ്റ് യൂത്തിക്കന് ഉള്ളതാണ് ഈ സത്യം പറഞ്ഞ ടോം. ആ ടോം ഈ പറയുന്ന എഫെസസ് 2 കൗൺസിൽ വായിച്ചില്ല. അത് പിന്നെ വായിക്കുന്നത് ഈ പറയുന്ന കാൽസിഡോണിലാണ്. കാൽസിഡോൺ കൗൺസിൽ അത് വായിച്ചപ്പോൾ അതിൽ കുറേ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനലി ഈ ടോം ഈ പറയുന്ന കാൽസിഡോൺ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ആ ടോം ഈ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ 5 ദിവസം ഈ കൗൺസിലിൽ തന്നെ 5 ദിവസം ചെലവഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പുമാരെല്ലാം ചെലവഴിച്ചിട്ട് ഈ വാദമാണ് നമ്മുടെ വാദം, ഇത് കണ്ടിന്യൂസ് വിത്ത് ഇത് എന്ന് പറഞ്ഞു. എന്താ പറയാ, സിറിലിന്റെ എന്താണോ ഡോക്ടറിന് അല്ലെങ്കിൽ എഫെസസ് കൗൺസിലിന്റെ എന്താണോ അതിന്റെ സെയിം കണ്ടിന്യൂറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ടോം അവതരിപ്പിച്ചതും ഇത് റെക്കഗ്നിഷൻ വന്നത്. ഇനി സിറിൽ പറഞ്ഞതെന്താന്ന് വെച്ചാല്
ഓഫ് ടു നേച്ചേഴ്സ് എന്നാണ് സിറിലിന്റെ ലാംഗ്വേജും. ഇൻ ടു നേച്ചേഴ്സ് എന്നല്ലെങ്കിൽ പോലും ആ സിറിലിന്റെ ലാംഗ്വേജിൽ ഈ പറയുന്ന ഈ എഫിസിസ് കൗൺസിലിൽ കഴിഞ്ഞിട്ടുള്ള ഫോർമുല ഓഫ് യൂണിയന്റെ അകത്ത് ഇത് കറക്റ്റ് ഈ ഇൻ ടു നേച്ചേഴ്സ് എന്നുള്ള ലാംഗ്വേജ് ഉണ്ട്. പിന്നെ അങ്ങനെ അതൊരു അക്സെപ്റ്റബിൾ ഫോർമുല അല്ലായിരുന്നു ഈ ടോമ. അങ്ങനെ അതുകൊണ്ടല്ല പിന്നെ എനോട്ടിക്കോൺ വരുന്നത്. സെനോ എനോട്ടിക്കോൺ കൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഹെനോട്ടിക്കോൺ വരുന്നത് എന്താന്ന് പറയുകയാണെങ്കിൽ ഹെനോട്ടിക്കോൺ വരുന്നത് 480-കൾക്ക് ശേഷമാണ് ഹെനോട്ടിക്കോൺ വരുന്നത്. ഹെനോട്ടിക്കോൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ പോലെ അവിടെ ഉണ്ടായിരുന്ന എംപറർ കൊണ്ടുവരുന്ന ഒരു കോംപ്രമൈസ് ആണ്. അതായത് മുമ്പ് നടന്നിട്ടുള്ള അക്കേഷ്യസ് ആയിരുന്നു പാട്രിയാർക്ക്. ഇപ്പൊ ഇത് രണ്ടും കുഴപ്പമില്ല, നമുക്ക് ഒന്നാവാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ പേരിൽ എന്തിനാണ് തന്നെയാണെന്ന് പറയാം. ഇല്ല, ഞങ്ങള് ഡിസ്കസ് ചെയ്യല്ലേ നമ്മൾ ആ കാര്യത്തിലോട്ട് പോവാതെ ഇപ്പൊ ഈ മറിയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് എന്റെ മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സിറിൽ ഓഫ് അലക്സാൻഡ്രിയയുടെ തിയോളജിയിലായാലും എൻ്റെ കംപ്ലീറ്റ് വർക്ക് ഉണ്ട്. ആളുടെ ഇത് പ്രകാരം അത് മറിയത്തിൽ നിന്നാണ് ഹ്യൂമാനിറ്റി കംപ്ലീറ്റ് സ്വീകരിച്ചതെന്നാണ് ആളുടെയും വെർഷൻ ഉണ്ടായത്. ഇങ്ങനെ കുറച്ച് മിക്സ് ആണ്. ഒരു കാര്യം എന്താ അറിയുമ്പോ ഈ കൗൺസിലുണ്ട്, ബിഷപ്പുമാരുണ്ട്. അവർ പഴയ കാലത്ത് ബൈബിൾ വെച്ചോ അല്ലെ അവർക്ക് കിട്ടിയത് വെച്ചോണ്ട് എന്ത് വെച്ചോണ്ടാ ബൈബിൾ വെച്ചോണ്ടായിരിക്കുമല്ലോ അവരെന്ത് ചെയ്തിട്ടുണ്ട്. കുറെ പഠനങ്ങളും വാഗ്വാദങ്ങളും കൗൺസിലും ഒക്കെ കൂടിയിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പൊ ഇത്ര മോശക്കാരൊന്നും അല്ലല്ലോ. ഇപ്പൊ ദാണ്ട് സാരാഗ്രഹി ഇരിക്കുന്നു, ജെ ഇരിക്കുന്നു, ആൻഡോ ഇരിക്കുന്നു, YDF ഇരിക്കുന്നു, താഴെ എത്രയോ വലിയ. നമുക്ക് ഈ ഒരു വിഷയം എടുത്തൊന്ന് ചിന്തിച്ചാൽ ഇപ്പൊ നമ്മൾ ഇച്ചിരി അഡ്വാൻസ് വേൾഡിലാണ് ജീവിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വന്നാൽ ഇപ്പം മറിയയ്ക്ക് ദൈവത്തിന് 23 ക്രോമസോൺ ആണിന്റെ സപ്ലൈ ചെയ്യാൻ കഴിയും, പക്ഷെ പെണ്ണിന്റെ സപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല എന്നൊരു വാദം ഒന്ന്. 2, 23 സപ്ലൈ ചെയ്തുള്ളൂ പുരുഷന്റേത്, പക്ഷെ മറിയത്തിൽ നിന്ന് സ്ത്രീയുടെ 23 എടുത്തു. അത് രണ്ടാമത്തെ വാദം. മൂന്നാമത്തെ വാദം ജെ പറഞ്ഞത് മറിയ തന്നെയാണ് പുരുഷന്റെയും സ്ത്രീയുടെയും സപ്ലൈ ചെയ്തത്, മറിയയിൽ നിന്ന് തന്നെയാണ് അത് എടുത്തതെന്ന് പറയുമ്പോൾ ഇത് 3 വാദമായി. അപ്പൊ എന്തൊക്കെയാണ് ഹ്യൂമാനിറ്റി കംപ്ലീറ്റ് അസ്യൂം ചെയ്ത് മറിയത്തിൽ നിന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞേട്ടാ സപ്ലൈ അല്ല, അത് ജെ അത് വ്യക്തമാക്കണം. അത് കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്രോമസോൺ റിലേറ്റഡ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ് ഞാൻ വാദം വെച്ചു. അപ്പൊ ഇവിടെ എനിക്ക് ക്ലാരിറ്റി കിട്ടാനുള്ള എന്താണ് ഈ പുതിയ തേങ്ങ പോലെ കിടക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ജെ പറഞ്ഞ വാദമാണ്. സാരാഗ്രഹി പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. ദൈവം 23 സപ്ലൈ ചെയ്തു, മറിയയിൽ നിന്ന് 23 എടുത്തു. പക്ഷെ എന്റെ വാദം ഞാൻ പറഞ്ഞല്ലോ, ദൈവമാണ് മൊത്തം സപ്ലൈ ചെയ്തത്. പക്ഷെ ജെ പറയുന്ന വാദം മറിയയാണ് മൊത്തം സപ്ലൈ എന്ന് പറയുമ്പോ അത് ക്ലാരിറ്റി വരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ ഒരു ചിന്ത അതാണ് കേട്ടോ. അതൊന്ന് ക്ലാരിറ്റി വരുത്തും. ഇത് കേട്ടെ, സാരാഗ്രഹി പറഞ്ഞതും ജെ പറഞ്ഞതും ആര് പറഞ്ഞാലും ഇത് ക്രോമസോം എണ്ണി പഠിപ്പിക്കാനുള്ള സാധനമല്ല ബൈബിള്. ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. പക്ഷേ ഭൂമിയില് മനുഷ്യന്റെ പ്രതിഫലം കൊടുക്കണമെങ്കിൽ അവൻ സഹോദരനായിരിക്കണം. അതായത് നിന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിന്റെ സഹോദരനെ സാധിക്കത്തുള്ളതും ന്യായപ്രമാണം നിലനിൽക്കെ ഒരു ഏലിയൻ സാധനത്തെ കൊണ്ട് മനുഷ്യനെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. അതായത് നിന്റെ അടിമമുഖം നിന്റെ മോളിൽ നിന്ന് മാറണമെങ്കിൽ നിന്റെ സഹോദരൻ നിന്റെ രക്തത്തിലുള്ളതന്നെ പറ്റും. ആ നിയമം നിലനിൽക്കെ ഒരു ബന്ധമില്ലാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് ഇവിടുന്ന് വിലയ്ക്ക് വാങ്ങും. അത് സംബന്ധിച്ച് അതൊരു വാദം എടുത്താൽ ജെ പറഞ്ഞതിന്റെ ക്ലാരിറ്റി വരുത്തണം. മറിയയ്ക്ക് എങ്ങനെ രണ്ടും സപ്ലൈ ചെയ്യാൻ കഴിയും? ഒരു മനുഷ്യ ജന്മത്തിന് ആവശ്യമുള്ളത് രണ്ടും സപ്ലൈ ചെയ്യുന്ന നമ്മൾ ഈ ലാംഗ്വേജ് ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഫോർമുല ഓഫ് റീയൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 433 ഉണ്ടായിട്ടുള്ള ഒരു ഇതിലാണ്. ഇന്നത്തെ ഒരു ചെറിയൊരു ക്രീഡ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം അതിനകത്ത് പറയണം, വി കൺഫെസ് therefore our Lord Jesus Christ, the only begotten Son of God, perfect God and perfect man, composed of a rational soul and a body, begotten before the ages from the Father in respect to his divinity, but likewise in these last days for us and for our salvation from the Virgin Mary in respect of his manhood. കണ്ട,
അവന്റെ മാൻഹുഡിലേക്ക് എന്തൊക്കെയാണോ ദാറ്റ് ഈസ് ടേക്കൺ ഫ്രം വെർജിൻ മേരി, ഡിവിനിറ്റി ഫ്രം ഡോക്യുമെന്റ് ഇത് എപ്പോഴത്തെ ഡോക്യുമെന്റ്? 433 ഫോർമുല ഓഫ് റീയൂണിയൻ. ഇതിനേക്കാൾ മുമ്പ് എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ് ക്രോമസോം വൈ ക്രോമസോമിനെ കുറിച്ച് അവർക്ക് അറിയാമോ? എന്റെ സാറേ അന്ന് ഈ സംഭവം അന്ന് ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ എന്റെ ഡൗട്ട് ഇതാണ്, 23 ചേർന്നാണ് ഒരു മനുഷ്യൻ അതൊക്കെ ഈ ജനിക്കുന്നത്. പറയുന്ന അതൊക്കെ ഈ 1950 ശേഷമല്ലേ? അതെ, അതറിയാൻ പാടില്ലാത്ത സമയത്ത് അവരെടുത്തിയ ഒരു കൺക്ലൂഷൻ ആണ്. അല്ല 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 പക്ഷെ അല്ല നമുക്ക് അല്ല ഇപ്പോൾ അറിയാം. പറ. അല്ല, ഞാൻ ചോദിക്കുന്നത്, അല്ല ഇപ്പോൾ എനിക്ക് ഒരു മിനിറ്റ്, നമ്മൾക്ക് ഇപ്പോൾ അറിയാം. എന്റെ വാദം ജസ്റ്റ്, ഞാൻ ഉടക്കല്ല, എന്റെ വാദം, നമ്മൾക്ക് ഇന്ന് അറിയാം ഒരു സ്ത്രീക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡെ സപ്ലൈ ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ മറിയാണ് കംപ്ലീറ്റ്ലി ഈ കൊടുത്തതെന്ന് പറയുന്ന വാദം, അത് മറിയ അല്ലെ ദൈവമായിരിക്കണം. അല്ല ഞാൻ അല്ല 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 അത് ഞാൻ എക്സാമ്പിള് വാദം ജേജോടല്ല, ജേജോ ഒരു മിനിറ്റ്, എന്റെ വാദം ഞാൻ ഈ പറയുന്നതിനകത്ത് ലോജിക് കൊണ്ടുവന്ന് ഈ മൂന്നാമത്തെ ആളൊന്ന് പറഞ്ഞു, സാരഗിരി അല്ലെങ്കിൽ അങ്കിളോ ആരല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ വാദം ഒരു വാദമാണോ? ഞാൻ പറഞ്ഞ മനസ്സിലായി? അതെ, ഞാൻ പറഞ്ഞത് ഈ ഏർലി ഇപ്പൊ 4-ാം നൂറ്റാണ്ടില് 5-ാം നൂറ്റാണ്ടില് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. 21-ാം നൂറ്റാണ്ടിൽ അണ്ടർസ്റ്റാൻഡിങ് പോരെ, എക്സ്പ്ലനേഷൻ വേണം. കാരണം ഇപ്പൊ ലോറൻസ് പാസ് വന്നില്ല, ഇപ്പൊ ജെനറ്റിക്സ് ഒക്കെ വന്നു, ഇപ്പൊ ക്രോമസോമിൽ സ്റ്റഡീസും. അപ്പൊ എക്സ് ക്രോമസോമും ഉണ്ട്, വൈ ക്രോമസോം ഉണ്ടെങ്കിലേ പുരുഷനാകത്തുള്ളൂ, അല്ല പിന്നെ പുരുഷനാകട്ട് ജനിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അപ്പൊ ചില ആളുകൾ പറയുന്നത് ദൈവം മറിയത്തിന്റെ ബോഡിയെ മിറാക്കുലസ്ലി ട്രാൻസ്ഫോം ചെയ്തു, അവളുടെ ബോഡിയിൽ നിന്ന് തന്നെ വൈ ക്രോമസോം ഉത്പാദിപ്പിക്കുക വിധത്തിൽ ട്രാൻസ്ഫോം ചെയ്തിട്ട് യേശു ജനിച്ചു, അങ്ങനെ വിശദീകരിക്കുന്നവരുണ്ട്. പല എക്സ്പ്ലനേഷൻസ് ആണ് ഇതിനിപ്പോ ഈ ആളുകൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ആ ഒരു പോയിന്റ് എടുക്കാം. അപ്പൊ നമ്മളിപ്പോ അതൊരു ശരിയാ. ഇപ്പം സാരാഗിരി പറഞ്ഞത് മറിയയിൽ ദൈവം മിറാക്കുലസ് ആയിട്ട് എന്തോ ചെയ്തിട്ട് പുരുഷന്റെയും സ്ത്രീയുടെയും ഒരുപോലെ മറിയ കൊടുക്കത്തക്ക നിലയിലാക്കി. അങ്ങനെയാണെങ്കിൽ മറിയക്കല്ല അതിനകത്ത് സപ്ലൈയുടെ, ദൈവത്തിന്റെ മിറാക്കിളിനാണ് അവിടെ പ്രാധാന്യം. ശരിയല്ലേ? മറിയയുടെ വെർജിനൽ കൺസെപ്ഷൻ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ വെർജിനൽ ബർത്ത് എന്ന് പറയുമ്പോ തന്നെ അത് ദൈവത്തിന്റെ ഒരു മിറാക്കിള് തന്നെയല്ലേ? അതൊരു എക്സ്ട്രാ ഓർഡിനറി, അത് സിംഗുലർ ഇവന്റ് അല്ലേ? ഇത് ഒരിക്കൽ മാത്രം നടന്നിട്ടുള്ള ഒരു ഇവന്റ് അല്ലേ? ഇനി ഞാൻ പറയട്ടെ ഇനി ഒരു തീർത്തിട്ടില്ല. ഇനി പാർത്തനോജെനിസിസ് അവിടെ നടന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ പാർത്തനോജെനിസിസ് ആണ്. കാരണം പാർത്തനോ എന്ന് പറയുമ്പോൾ വെർജിൻ ബർത്ത് ആണ് അവിടെ നടന്നിട്ടുള്ളത്. ജെനസിസ് ബർത്ത്. അപ്പോൾ പാർത്തനോജെനിസിന്റെ ഗ്രീക്ക് ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ വെർജിൻ ബർത്ത്. ഈ പാർത്തനോജെനിസിസ് എന്ന് പറയുന്ന സയന്റിഫിക് ഫിനോമിനൻ ഇന്ന് ഈ പറയുന്ന നേച്ചറിൽ ചില ക്രീച്ചേഴ്സിൽ ഇന്നും നടക്കുന്നുണ്ട്. ചില ബീസിന്റെ ഇടയിലും അല്ലെങ്കിൽ ചില വണ്ടുകൾക്ക് ഇടയിലും അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഇതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കൺസെപ്ഷൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബർത്ത് എന്നല്ല, എന്താ പറയുക, ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജെനിസിസ് നടക്കുന്നുണ്ടെന്ന്. പാമ്പാണെന്ന് അറിയില്ല, കൊമോഡോ ഡ്രാഗൺ, അങ്ങനത്തെ ചില ജീവികളിൽ ഈ ഫിനോമിനൻ നടക്കുന്നുണ്ടെന്ന്. ഇത് നിങ്ങൾ സംഭവിക്കുന്ന 140-ലധികം ജീവിവർഗങ്ങളുണ്ട്. പാർത്തേനോജെനിസിസ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് പെങ്കൊച്ചു തന്നെ ആയിരിക്കും, ആൺകൊച്ചുണ്ടാകത്തില്ല. രണ്ടും കേസ് ഉണ്ട്, അങ്ങനത്തെ ഉണ്ട്. അതിന്റെ കണ്ടിട്ടില്ല ഞാൻ. ഒരു മിനിറ്റ് തരാം. ഇതിന്റെ ഈ ചില ഇപ്പൊ ഇംഗ്ലണ്ടില് ഒരുത്തന്റെ പാമ്പ് പെറ്റു, 3 കുഞ്ഞുങ്ങളെ പെറ്റു. 14 വർഷമായിട്ട് വേറൊരു പാമ്പുമായിട്ട് കണക്ഷൻ ഇല്ലാതെ കൂട്ടിക്കിടക്കുന്ന പാമ്പാണ്. അത് ഒരു 8-10 കൊല്ലം മുമ്പാ ഇംഗ്ലണ്ടില്. അപ്പൊ ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ഇപ്പോഴത്തെ സ്റ്റഡി അനുസരിച്ച് വൈ ക്രോമസോം, ഹൂ ഈസ് ദ കോൺട്രിബ്യൂട്ടർ ഓഫ് വൈ ക്രോമസോം എന്നുള്ളതാണ്. അപ്പൊ അതിനെ ചില ആളുകൾ വിശദീകരിക്കുന്ന യേശു ഒരു പെണ്ണായിരുന്നു എന്നാണ്. യേശു ഒരു പെണ്ണായിരുന്നു, പക്ഷെ ഒരു ആണിനെ പോലെ കാണപ്പെട്ടു. അത് വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, യേശു പെണ്ണായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിനകത്തുള്ള പ്രശ്നം വരുന്നത്. നമുക്ക് യേശുക്രിസ്തുവിനെ പെണ്ണായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ? ഒരിക്കലുമില്ല. അപ്പോ ഇതാണ്. അപ്പൊ മറിയെ സപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ, അല്ലെ ദൈവം മിറാക്കുലസ്ലി ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. കല്ലിൽ നിന്ന് അപ്പം ഉണ്ടാക്കാൻ കഴിയും, വടിയെ പാമ്പാക്കാൻ കഴിയും. ദൈവത്തിന് എന്തും തിരിച്ചു മറിക്കാൻ കഴിയും. കാരണം ദൈവമാണല്ലോ ഈ ക്രോമസോമിന്റെ എല്ലാം ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഒറിജിനേറ്റർ. പക്ഷെ മറിയയ്ക്ക് അതിനകത്തൊരു എന്താ പറയുക, മറിയയുടേതായിട്ടുള്ള എന്തോ മറിയ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അതിനെ നമുക്ക് മറിയെ ഹൈലൈറ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ, നിങ്ങൾ പറയുന്നത് പോലെ എടുക്കുകയാണെങ്കിൽ തന്നെ മറിയയുടേതായിട്ടുള്ള അങ്ങനെ തന്നെ എടുത്തു. മറിയയിൽ നിന്ന് മറിയയിൽ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ എടുത്തു എന്നോ ഒരു വാദം അവിടെ വരുന്നില്ല.
നമ്മൾ അങ്ങനെ എടുത്തില്ല എന്ന് പറയുമ്പോൾ വെർജിനലി കൺസീവ്ഡ് ഉണ്ട്. നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നുള്ളത് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന ഗ്രീക്ക് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൺസെപ്ഷൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു വെർജിനൽ കൺസെപ്ഷൻ ആകാനുള്ള സാധ്യതകളുണ്ട്. എന്താണ്, ഇതൊരു മിറാക്കുലസ് ഇവൻ്റ് ആണ്. ഈ വെർജിനൽ കൺസെപ്ഷൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എന്തിനാണ് ലിമിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ലോറൻസ് പാസ്റ്ററിനോട്. ഇതൊരു മിറാക്കിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പിന്നെ പറയാം. നിങ്ങൾ പറയുന്ന പോലാണ് ഒരു കാര്യമുണ്ട്, ദൈവത്തിന് എന്തും സാധ്യമാ. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിനെ നേരെ കാറാക്കി മാറ്റണമെങ്കിൽ ദൈവത്തിന് കഴിയും. ഈ പറയുന്ന ഇത് എന്തിനാണ് ഇങ്ങനെ ഇത് നമുക്ക് നമ്മളായിട്ട് കോൺസബ്സ്റ്റാൻഷ്യൽ ആവണമെങ്കിൽ, മനുഷ്യരായിട്ട് കോൺസബ്സ്റ്റാൻഷ്യൽ ആവണമെങ്കിൽ ഇതല്ലാതെ വേറെ ഏത് ഇതിലാണ്? നിങ്ങളൊന്ന് പറഞ്ഞ, നിങ്ങളുടെ യുക്തിയിലൊന്ന് പറഞ്ഞ. പറയാം. നമ്മുടെ നമ്മളായിട്ട് കോൺസബ്സ്റ്റാൻഷ്യൽ ആവണം. ആൻഡ്രോ ഒരു വാദം വെച്ചായിരുന്നു, ഇപ്പം ഇങ്ങനെ മിറാക്കുലസ് നമ്മളുമായിട്ട് ചേർന്നതല്ലാതെ മിറാക്കുലസ് ആയിട്ടാണ് നമ്മളുമായി മാച്ചിങ് ഉള്ളത് വന്നാൽ അത് ഏലിയൻ ആയി പോകുന്ന ഒരു വാദം ആൻഡ്രോ വെച്ചു. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ അതാണ് ഏലിയൻ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞ. അതാണ് ഈ നിങ്ങൾ പറയണ അതാണ് ഏലിയൻ ക്രിസ്റ്റോളജി. ഞാൻ പറയട്ടെ, ദൈവം നമ്മൾക്ക് സദൃശമാണ് പറയുന്നത്. ദൈവം തന്റെ പുത്രനെ പാപജടത്തിലും പാപസാദൃശ്യത്തിലും അയച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ഉണ്ടാക്കിയ ആ ബോഡി, പുരുഷൻ യേശുവിന് കൊടുത്ത ബോഡി എന്ന് പറയുന്നത് നമ്മൾക്ക് സിമിലർ ആയിരുന്നു. അല്ലാതെ ഏലിയനുമായി അതിനെ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാംസ രക്തങ്ങളുള്ള നമ്മൾക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ബോഡി ദൈവം ക്രിയേറ്റ് ചെയ്തു. അത് മറിയയുടെ ഉള്ളിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞ എന്റെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ എന്റെ ഉള്ളിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഇതാണ്, ദൈവം നമ്മൾക്ക് സദൃശമായ ഒരു ബോഡി യേശുക്രിസ്തുവിന് ഒരുക്കി. അത് ഏലിയൻ സ്റ്റൈൽ അല്ല, നമ്മൾക്ക് അനുരൂപമായ ഒരു ബോഡി ഒരുക്കി. അത് അത്ഭുതകരമായി മറിയയുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. അതിൽ മറിയയ്ക്ക് എന്ത് കഴിവാണ്? പറ. പക്ഷെ അത് തന്നെയല്ലേ നീ എനിക്കൊരു ശരീരം ഒരുക്കി എന്ന ഒരു പദം കൂടി ഉണ്ടല്ലോ. അതെ, അതിനെ എങ്ങനെ നമുക്ക് എതിർക്കാൻ കഴിയുന്നത്? സാരാഗ്രഹിയോ ജയോ അല്ലെ അവർ ദൈവം നമുക്ക് അനുകൂലമായ ഒരു ബോഡി ഒരുക്കിയാൽ അത് ഏലിയന്റെ ബോഡിയാണെന്ന് പറയുന്നത് തെറ്റല്ലേ? ഒരു മിനിറ്റ്, ഒരു കാര്യം പിന്നെ വേറൊരു പദമുണ്ട്, ആദാം ഒന്നാമത്തെ ആദാം മണ്ണിൽ നിന്നുള്ളവനും ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ആരും ഒന്നും പറയല. നമ്മള് ഞാൻ ഇത്രയൊന്നും മിണ്ടാതിരുന്നില്ല, നീ സംസാരിച്ചതല്ലേ. അതല്ല ഒരു കാര്യം പറയാനാ ഷിൻചായ, തിരിയട്ടെ പറഞ്ഞാട്ടെ. പാർത്തനോജനിസിസ് എന്ന് പറയുന്നതില് പറഞ്ഞ ഉറുമ്പിലും ഈറ്റകളിലും അതായത് ബീസിലും ഈ പറയുന്ന ആളുണ്ടാവാം. മെയിലല്ലേ? മെയിലിന് ഉണ്ട്, ഞങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെന്നേ. ഇങ്ങനത്തെ ഒരു ഫിനോമിനൻ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ബേർഡ്സിലും ആനിമൽസിലും ഇത് കെമിക്കൽ റിയാക്ഷൻ മൂലം സാധ്യമാണ്. പക്ഷെ ഇതുവരെ മനുഷ്യനിൽ ഇത് കെമിക്കൽ റിയാക്ഷൻ വേറെ പലയിടത്തും നടത്തിയിട്ടുണ്ടാവാം. ബിക്കോസ് ആ റിസർച്ച് നമുക്ക് പുറത്തേക്ക് വിടത്തില്ല, അറിയാലോ. ലോറൻസ് മാസ്റ്ററെ, ഞാൻ ആക്ച്വലി മുമ്പ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്ററിന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. കാരണം നമ്മളിവിടെ ഒരു ഡിഗിങ് ആണ്, ഒരു എല്ലാവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എടുത്തിട്ട് നമ്മൾ ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ബാലൻസ് ചെയ്യാം. ഞാൻ പറയാം. അതായത് ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, വചനം ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് 14-ാം വാക്യത്തിൽ വരുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യം എന്ന് പറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഇടയിൽ ടാബർനാക്കിൾഡ് അമംഗ് us എന്ന കൂടാരം അടിച്ചു. ആ കൂടാരത്തെ കുറിച്ച് തന്നെ എബ്രായത്തിൽ പറയുന്നുണ്ട്, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി സ്വന്തം രക്തത്താൽ അവൻ പ്രവേശിച്ചിട്ട് എന്നേക്കുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയിലാണ് ഇപ്പൊ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്, ജാതനായി തീർന്നത്. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിന്റെ പ്ലാനാണ്. അല്ലാതെ മനുഷ്യരാരെങ്കിലും ഈ പറഞ്ഞ കുത്തിയിരുന്ന് ഇങ്ങനെ ഓരോ ലോ പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾ പറയുന്ന പോലെ ആണോ ദൈവം ചെയ്യുന്നത്? ദൈവത്തിന് അത് ചെയ്യാനായിട്ട് സാധിക്കും. അത് മറിയിൽ നിന്ന് ഒന്നും എടുക്കാതെ തന്നെ യേശുക്രിസ്തുവിന് ഒരു ശരീരം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയാണ് കൊടുത്തത്. നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് നമ്മള് എബ്രായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അത് ദൈവം ചെയ്യുന്ന കാര്യം. ക്ലിയർ ആണ്.
പക്ഷെ ഇതിനകത്ത് വേറൊരു വിഷയം ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്താ പറയുക, ഇവര് വാദിക്കുന്നത് മറിയയിൽ നിന്ന് കണക്ട് ആയെങ്കിലേ യഹൂദ ഗോത്രവുമായി കണക്ട് ആകും, എന്താണ് മനുഷ്യ കുലവുമായിട്ട് എവിടെ കണക്ട് ആകണം, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ യഹൂദന്റെ പരമ്പരയിൽ. അങ്ങനെ ഒരു വാദമില്ല, അതിനെ കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പറയാം? യഹൂദന്റെ പരമ്പരയല്ല ഇവിടെ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, അല്ല ഒരുത്തൻ പാസ്റ്റർ, ന്യായപ്രമാണത്തിലുള്ള നിയമമാണത്. അതായത് നിന്നെ വിലയ്ക്ക് വാങ്ങാൻ, നിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വിലയ്ക്ക് എടുക്കാൻ കഴിവുള്ളവൻ നിന്റെ സഹോദരനോ നിന്റെ ബന്ധക്കാരനോ നിന്റെ ബ്ലഡ് റിലേഷനോ ഉള്ളവനാണ്. അത് അതൊന്നും ബോവാസ് നിന്നെ വിലക്കെടുക്കാൻ കഴിയല്ല. ബോവാസിന്റെ കാര്യമാണ് പറയുന്നത്. ബോവാസ് പിന്നെ എന്റെ സാറേ, ഈ അത് ജൂയിഷ് ലോ ആണ്. എന്ത് ജൂയിഷ് ലോ ആണത്? അത് ജൂയിഷ് ലോയാ. അതെങ്ങനെ മാറുന്നേ? ന്യായപ്രമാണം തോന്നുമ്പോ മാറുന്ന നിയമമാണെങ്കിൽ പിന്നെ അതിന്റെ നിയമം എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു മാറ്റമില്ല. എസ് ജി പാസ്റ്റർ അത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഈ മറിയായിട്ട് ഇവർ കണക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യരുമായിട്ട് കുലത്തിൽ, മാനവ കുലത്തിലുള്ള ഒരു മനുഷ്യനുമായി കണക്ട് ആയെങ്കിൽ, അഥവാ യഹൂദനുമായിട്ട് കണക്ട് ആയെങ്കിലേ ഈ രക്ഷയുടെ ഇത് വരത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇവർ ആ കണക്ഷൻ ഉണ്ടായിരിക്കണം എന്ന് വാദിക്കുന്നത്. മനസ്സിലായി? കണക്ഷൻ അതുകൊണ്ടല്ലേ പാസ്റ്റർ ഈ കന്യക അതുകൊണ്ടല്ലേ യഹൂദ ദാവീദിന്റെ കുലത്തിൽ നിന്നല്ലേ വരുന്നത്? വീട് പറയുമ്പോൾ ആ കുലത്തിൽ നിന്ന് വീട് എന്താണ്, ആ വീട്ടിലാണ് വന്നിരിക്കുന്നത്, കറക്റ്റാ. പക്ഷെ ഇവര് പറയുന്നത് അത് ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയും, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയും എന്നുവെച്ചാൽ ആ പരമ്പരയിൽ നിന്ന് ജഡം എടുക്കണം എന്നുള്ള ജഡം. മനസ്സിലാകുന്നു? അങ്ങനെ ഒരു വാദം കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എസ് ജെ പാസ്റ്റർ അല്ല എന്തെങ്കിലും അഭിപ്രായം? ഈ പറഞ്ഞ സ്ത്രീ വാദം ആർക്ക് വേണമെങ്കിലും വെക്കാം. പക്ഷെ വാദമൊന്നും അവിടെ പ്രസക്തമല്ല. കാരണം എന്താ, അത് ദൈവത്തിൻ്റെതായ പദ്ധതിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതിനകത്ത് മനുഷ്യരുടെ ആരുടെയും യുക്തിയോ ഇന്റലക്റ്റോ ഒന്നും അവിടെ കടത്തേണ്ട കാര്യമില്ലെന്നുള്ളതാണ്. മനുഷ്യന്റെ യുക്തിയല്ല, സഭയുടെ ഒരു ഇത് നോക്കുമ്പോ നിങ്ങൾ പറയുന്നത് പ്രശ്നമാണ്. നമ്മൾ ദൈവത്തിന്റെ, ഇപ്പൊ എസ് ജി പാസ്റ്റർ പറഞ്ഞ് നമ്മളിത് ദൈവത്തിന്റെ ഒരു അത്ഭുതമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ടും കണ്ട് നമ്മളിപ്പോ സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചും നമ്മുടെ ഈ ലോക ജീവിതം മുന്നോട്ട് അതൊരു പ്രശ്നം, അതൊരു ഒരു സൈഡാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാം. പക്ഷെ ഇത് തിയോളജി ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ ചർച്ചയിലേക്ക് വന്നിട്ട് പിന്നെ അത് ദൈവത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നത് അബദ്ധമാണ്. നമ്മളല്ലെങ്കിൽ ഈ ചർച്ച ഓപ്പൺ ചെയ്യരുത്. ഇങ്ങനെ ചർച്ചയില്ല. നമ്മൾ ഇതെല്ലാം വിശ്വസിക്കുന്നു. ദൈവം യേശു ക്രിസ്തു ദൈവപുത്രനാണ്, യേശുവെ സ്തോത്രം, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ ആരാധനയൊക്കെ നടത്തി, നമ്മൾ ബൈബിൾ വായിച്ച് മുന്നോട്ട് ഒരു പ്രശ്നമില്ല. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. പക്ഷെ ഒരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ട് അല്ല ഞാൻ എസ് ടി പാസ്റ്റർ ഞാൻ പറഞ്ഞു തരട്ടെ, നമ്മളൊരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ ചർച്ചയുടെ മധ്യേ വന്നിട്ട് അതൊക്കെ ദൈവത്തിന്റെ ഒരു പ്ലാൻ ആണെന്ന് പറയുന്നത് അത് ആ ചർച്ചയുടെ സ്വഭാവത്തിന് ചേരുന്നല്ല. അപ്പൊ ആ ചർച്ച ഓപ്പൺ ചെയ്യരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ കുറ്റം പറഞ്ഞല്ല, അങ്ങനെ നമുക്ക് ചെയ്യാം.